Hello guys. So today is December 8. നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ റിവീലിംഗ് വീഡിയോയിലെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ 12-നായിരുന്നു. സെക്കൻഡ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് നവംബർ 10-നായിരുന്നു. മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഡിസംബർ 8-ന്. There is no pattern. Actually, basically, I am trying to show my portfolio on every week. Sorry, every month. സോ മൂന്നാമത്തെ വീഡിയോ നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നവംബർ 10 തൊട്ട് ഒരു 20-25 വരെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ദെൻ അതിനുശേഷം മാർക്കറ്റ് കയറി തുടങ്ങി. സോ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് അങ്ങനെ ഷോർട്ട് ടേമിലല്ല, നമ്മൾക്ക് കുറച്ചുകൂടെ ലോങ് ടേം പോയിന്റ്സിലൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റ് കയറുന്നത് ഈസ് ബാഡ് ഫോർ us. So I personally sometimes feel it's bad when market is moving up and up because we are finding some good stocks in a day. The next day the stock is giving some uptrend like 5% or something. Then we feel bad and sad because we're not able to buy those stocks at the bottom. Okay, let's cut the long story and we can go into the video. സോ നമ്മളെല്ലാം പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞ മാസത്തെ പോർട്ട്ഫോളിയോ എന്തായിരുന്നു എന്ന്, ഐ മീൻ നവംബർ 10-ലെ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള കാശെല്ലാം നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാസത്തെ കാണിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ സി ദ നവംബർ 10th ഉണ്ടായിരുന്ന പോർട്ട്ഫോളിയോ കാണാം. ഓക്കെ, ഞാൻ ഡയറക്റ്റ് നമ്മുടെ കഴിഞ്ഞ നവംബർ 10-ലെ വീഡിയോയുടെ തന്നെ ഒരു വീഡിയോ തന്നെയാണ് ഈ ശരിക്കും കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോർട്ട്ഫോളിയോ സൈസ് എന്ന് പറയുന്നത് 11,69,000 രൂപയായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അന്നത്തെ പ്രസന്റ് വാല്യൂ 12,52,000 ആയിരുന്നു. 82,000 ആയിരുന്നു നമ്മുടെ പ്രോഫിറ്റ്, 7 പോയിന്റ് സംതിങ് ഉള്ളി. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ എമൗണ്ട് 11,69,000. ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇൻവെസ്റ്റ്മെന്റിനകത്തേക്ക് വരുന്നത്. ഈ മാസത്തെ നമ്മൾ ഇപ്പോഴുണ്ടായിരുന്ന പോർട്ട്ഫോളിയോ നമുക്കിനി കാണാം. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. Okay guys, so this is this month portfolio. So ഇപ്പം ഈ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 11,69,000 നിന്ന് നമ്മൾ 12,40,000 നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതായത് 76,000 രൂപയാണ്. 76,000 രൂപയാന്ന് തോന്നുന്നു. അതായത് 11,69,000, 79,000, 89,000, 99,000, 9,000, 19,000, 29,000, 39,000, യെസ് 76,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 65,000 രൂപയുടെ ഒരു ഗിഫ്റ്റ്, 60,000 രൂപയുടെ ഗിഫ്റ്റ്. എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ 65,000 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് എമർജൻസി ഫണ്ട് നമ്മുടെ 1,00,000 രൂപ ഉണ്ടാക്കി വെച്ചിരുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഭയങ്കര ഡിപ്പ് കണ്ടതുകൊണ്ട് നമ്മൾ ആ എമർജൻസി ഫണ്ട് നമുക്ക് എടുക്കേണ്ടി വന്നു. സോ നമ്മുടെ കയ്യിലുള്ള കാശ് എല്ലാമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നല്ല മെത്തഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ബട്ട് we are thinking like nothing is wrong is going to happen and നമുക്ക് എമർജൻസിയുടെ ഒന്നും ആവശ്യം വരില്ല എന്ന് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കടുങ്കൈ എടുത്ത് നമ്മൾ ഇത്രയും കാശ് 75,000 ഇൻവെസ്റ്റ് ചെയ്തത്. സോ മാർക്കറ്റ് എല്ലാം തിരിച്ച് കയറി വരുന്നുണ്ട്. നമ്മുടെ പ്രോഫിറ്റ്, അൺറിയലിസ്ഡ് പ്രോഫിറ്റ് നമുക്ക് ഇത്രയും ഉണ്ടാക്കി. പ്രസന്റ് വാല്യൂ 13,68,000 രൂപ. ഓക്കെ, സോ ദിസ് ഇസ് നൗ ഡിസംബർ 8. നമ്മുടെ പ്രസന്റ് വാല്യൂ 13,68,000. സോ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 9, 2022 ആണ്. സോ ഇന്ന് ഡിസംബർ 8, 2024, 2 years എക്സാക്ട്ലി നമ്മൾ ഇരിക്കുന്ന മെച്യൂർഡ് ആയിട്ട് 2 year പൂർത്തിയായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമുക്ക് ഇന്നിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്കിലൂടെ പോകാൻ കാണാം. കുറച്ച് സ്റ്റോക്കൊക്കെ വിറ്റ്, കുറച്ച് സ്റ്റോക്കൊക്കെ പുതിയത് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് കാണാം. സോ യെസ്, 5 പൈസ നമ്മളിപ്പോഴും പറയാനുള്ള പോലെ 5 പൈസ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്കറിയാം. 5 പൈസയിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ വിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടൊന്നും കാണുന്നില്ല. സോ നമ്മുടെ വിൽപ്പന ഇങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് അടുത്ത സ്റ്റോക്ക് നമുക്ക് കാണാം. എൻ്റെ വീഡിയോ അങ്ങനെ മുകളിലെത്തിയത്
ഓക്കെ. അടുത്ത സ്റ്റോക്ക് ബന്ധൻ ബാങ്ക്. ഇതാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ലാഭം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിൽക്കും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി കുറച്ച് ലാഭം പോലും കാണുന്നില്ല. പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്ത ഒന്നാമത്തെ സ്റ്റോക്കാണ് സിജി പവർ. സിജി പവർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽപ്പെട്ട ഒരു മാർക്കറ്റ് ലീഡറൊക്കെ ആയിക്കൊണ്ട് വരുന്ന ഒരു കമ്പനിയാണ്. സോ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രാജ്യത്ത് ഭയങ്കരമായിട്ട് വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇങ്ങനെ പഠനം കുറച്ച് നടത്തി കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പുതിയ ഒരു സ്റ്റോക്ക്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ കൂടുതൽ സ്റ്റോക്കും കിടക്കുന്നത് ഫിനാൻഷ്യൽസിലാണ്. അതെനിക്ക് മാറ്റണം എന്നുണ്ട്. 43% ഫിനാൻഷ്യൽസ് കിടക്കുന്നുണ്ട്. കുറച്ച് മാറ്റാനുള്ള ഭാഗമായിട്ടാണ് ഞാൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിജി പവർ പുതിയതായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്തത്. ഇതിനകത്ത് ഞാൻ എൻട്രി എടുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ആകെ 6,000 രൂപയെങ്ങാണ്ടേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 6,000 തന്നെ ചെയ്തിട്ടുണ്ട്. 6,000 ചെയ്തിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം തന്നെ ഇത് 1% 2% കയറി. അതെനിക്ക് വിഷമമായി. അടുത്താണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മൾ കുറച്ച് വില താഴ്ന്നത് കണ്ടപ്പോൾ നമ്മൾ മേടിച്ചായിരുന്നു. ഏതായാലും ആ സ്വിംഗ് ട്രേഡ് കറക്റ്റായിട്ട് 26% ലാഭമുണ്ട്. പക്ഷേ ആകെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെറും 10,000 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കയറുന്ന സ്റ്റോക്കിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സ്വിംഗ് ആയിരുന്നു. സോ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ അടുത്തില്ലായിരുന്നു. സോ ഞാൻ ലോങ് ടൈമിലേക്ക് മേടിച്ച് വെച്ചിരുന്നതല്ല. അത് ഞാൻ തക്കം നോക്കിയാൽ അത് ഞാൻ ചിലപ്പം വിൽക്കും പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്ക് നമ്മുടെ വലിയ മൾട്ടി ബാഗർ ആകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു മെയിൻ സ്റ്റോക്കാണ്. പക്ഷേ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. കുഴപ്പമില്ല. വി ആർ റെഡി ടു വെയിറ്റ്. ഇൻഡിഗോ പെയിൻറ്റ്സ്, ഇതും പെയിന്റ് ഇൻഡസ്ട്രിയാണ്. നമുക്ക് വലിയ മൂവ്മെന്റ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് 50,000 രൂപയായ സ്ഥിതിക്ക് ഞാൻ ഇതിനകത്തുള്ള ഇനിത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ മാസങ്ങളിലൊക്കെ ഞാൻ കുറയ്ക്കും. IDFC ഫസ്റ്റ് ബാങ്കിലാണെങ്കിൽ ഇനിത്തെ മാസങ്ങളിൽ മിക്കവാറും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അതിൻ്റെ റീസൺസ് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. പിന്നെ IOC ആണ് നമ്മുടെ ഭാവിയിൽ ഒരു 10-400 രൂപയും ഒരു 40-50 രൂപ വെച്ച് ഡിവിഡൻഡൊക്കെ ഓരോ സ്റ്റോക്കിന് വെച്ച് തരാൻ പോകുന്ന നമ്മുടെ വലിയൊരു മൾട്ടി ബാഗറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ മെയിൻ സ്റ്റോക്ക്, ഈ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മെയിൻ സ്റ്റോക്കാണ്. 94,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള നമ്മുടെ മെയിൻ സ്റ്റോക്ക് IOC, ഇത് ഓൾ ടൈം ഫേവറേറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്, ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കുളിര് വരുവാണ്. ഈ സ്റ്റോക്കൊക്കെ നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ്. ജിയോ ഫിനാൻഷ്യൽസ്, അതിലും 50,000 രൂപയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് ഈ മാസങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഇതേത് നെറോലാക് പെയിൻറ്റ്സ്, നെറോലാക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരസ്യം കാണുന്ന ലോക്കൽ പെയിൻറ്റ്സ്, അത് കുറച്ച് ലാഭം കിട്ടിയ വിൽക്കും. പക്ഷേ ഒരു 0.88 ഒക്കെ ലാഭം കിട്ടി എനിക്ക് വിൽക്കാൻ തോന്നുന്നില്ല. കുറച്ചും കൂടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനിത് തക്കം നോക്കി അത് വിൽക്കും. പിന്നെ നമ്മുടെ അതിനേക്കാളും ഫേവറേറ്റ് സ്റ്റോക്ക് LIC, ഭാവിയിൽ ഇന്ത്യ ട്രൂ വാല്യൂ ഒക്കെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആയിരങ്ങളിലേക്ക് മാറാൻ ചാൻസ് ഉള്ള വലിയൊരു സ്റ്റോക്കാണ് LIC. നമ്മുടെ ഹോൾഡിങ്ങിനുണ്ട്. പക്ഷേ 50,000 രൂപ ആയതുകൊണ്ട് ഞാൻ അതിലും ചിലപ്പം ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പുതിയൊരു സ്റ്റോക്കാണ് ഈ മാസം നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്, മാക്സ് ഹെൽത്ത്. മാക്സ് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽപ്പെട്ട ഒരുപാട് ആശുപത്രികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോക്കാണ് മാക്സ് ഹെൽത്ത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇനിയും ആൾക്കാർക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരും. ഒരുപാട് ആൾക്കാർ ഇനിയും ആശുപത്രിയിലാകും. ഇൻഷുറൻസ് കമ്പനിയൊക്കെ വളരും. ഒരുപാട് ചികിത്സയൊക്കെ നടക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്ത് സെക്ടറിലേക്ക് ഇങ്ങോട്ട് കയറിയത്. സോ മാക്സ് ഹെൽത്ത് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ രംഗത്തുള്ളതായതുകൊണ്ട് തന്നെ ഭാവിയിൽ ആൾക്കാർക്ക് ഒരുപാട് രോഗം കൂടുമെന്നും അതിൻ്റെ ഭാഗമായിട്ട് മാക്സ് ഹെൽത്ത് ഒക്കെ വളരുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാക്സ് ഹെൽത്തിലേക്ക് എൻട്രി എടുത്തിട്ടുള്ളത്. എക്സ്പെഷ്യലി ഞാൻ ആ സെക്ടർ നോക്കിയപ്പോൾ ഇറ്റ്സ് എ ഗുഡ് സെക്ടർ. സോ ഒരു നല്ല സ്റ്റോക്ക് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. അടുത്താണ് നമ്മൾ നാറ്റ്കോ ഫാർമ. ഇത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ പെടുന്ന കമ്പനിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് രോഗവും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. സോ ഹെൽത്ത് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, മരുന്നുകളൊക്കെ ഉണ്ടാകണ്ടേ. സോ ആ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ഇത് പുതിയതായിട്ട് എൻട്രി എടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കുകളാണ് കേട്ടോ ഈ മാക്സ് ഹെൽത്ത്, നാപ്റ്റോ ഫാർമ, അതേപോലെ തന്നെ നമ്മുടെ CG പവർ. പിന്നെ ഒരു സ്റ്റോക്ക് കൊണ്ടുണ്ട്, ഞാൻ പറയാം. ഓക്കെ, തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് NCC. സോ ദിസ് ഈസ് നാഗാർജുന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് NCC. ഈ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, ഐ മീൻ എന്താണ്, ബിൽഡിങ്ങും കാര്യങ്ങളും കുറച്ച് ഫ്ലാറ്റുകളും പിന്നെ മെട്രോ പണികളും അങ്ങനത്തെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളൊരു നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കൺസ്ട്രക്ഷൻ്റെ ഇടയിലേക്കും കൂടെ ഇറങ്ങിയേക്കുന്നത്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി? കൺസ്ട്രക്ഷൻ NCC ഉണ്ട്, ഫാർമസ്യൂട്ടിക്കലിന് നാപ്റ്റോ ഫാർമയുണ്ട്, പിന്നെ ഹെൽത്ത് ഹോസ്പിറ്റൽസിൻ്റെ കേസിൽ മാക്സ് ഹെൽത്ത് ഉണ്ട്, പിന്നെ സെമി കണ്ടക്ടറിൻ്റെ ഭൂമി വരുമ്പം CG പവർ ഉണ്ട്. സോ നമ്മളിങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ NHPC, നമ്മൾ NTPC എന്ന് പറയുന്ന പിന്നെ പുതിയതായിട്ട് അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, NHPC. ഇത് പവർ സെക്ടറിലെ സ്റ്റോക്കാണ്. ഞാൻ കണ്ടിടത്തോളം ഇതൊരു സൂപ്പർ സ്റ്റോക്കാണ്. പക്ഷേ ഞാൻ 81 രൂപയുള്ളപ്പം കണ്ടതാണ്, 80 രൂപയുള്ളപ്പം കണ്ടതാണ്. പക്ഷേ ഞാൻ മേടിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇത് 3-4% ഒക്കെ വെച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ 84 രൂപയെങ്ങാണ്ടായി.
നമ്മൾ സ്റ്റോക്ക് കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് വില കൂടി പോകുമ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റാത്തതിലും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഏതായാലും അങ്ങനെ വില കുറച്ച് കൂടിയിരിക്കുകയാണെങ്കിൽ എന്നാലും അത് മേടിക്കും ഇനിയും. NHPC. സോ നമ്മൾ ബേസിക്കലി 4 സ്റ്റോക്കുകളാണ് നമ്മളിപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. NHPC, NTPC അല്ല കേട്ടോ, NHPC, NCC, നാപ്കോ ഫാർമ, മാക്സ് ഹെൽത്ത്, അതേപോലെ തന്നെ CG പവർ. NTPC എന്ന് പറഞ്ഞ പവർ സെക്ടറാണ്, സൂപ്പർ കമ്പനിയാണ്, നല്ല കമ്പനിയാണ്. പിന്നെ പവർ ഗ്രിഡ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ലാഭം കിട്ടി വിൽക്കാനിരിക്കുന്ന കമ്പനിയാണ്, പക്ഷേ കുറച്ച് ലാഭമൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ പ്രിക്കോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ സ്വിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8 മാസം മുമ്പ് 2 മാസം കഴിഞ്ഞ് വിൽക്കണം എന്ന് വിചാരിച്ച് മേടിച്ച സ്റ്റോക്ക് ഇപ്പോൾ 8 മാസമായിട്ട് നമ്മുടെ സ്റ്റോക്ക് പോലെ തന്നെ തുടരുന്ന ഈ സ്റ്റോക്ക് കുറച്ച് ലാഭം കാണിച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ലാഭം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും അത്യാർത്ഥി ഇനി കുറച്ചുകൂടി ലാഭം കണ്ടിട്ട് വിൽക്കുന്നുള്ളത്. സോ ഞാൻ അതിനെ ഹോൾഡ് ചെയ്തുവാണ്. പിന്നെ നമ്മുടെ അടുത്ത ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് സ്റ്റോക്ക് RVNL വലിയ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട്. RVNL ഒരുപാട് എന്താ പറയാ, ഒരുപാട് പെർസെൻറ്റേജുകൾക്ക് കൂടി. സോ പക്ഷെ നമ്മൾ ഇനി 60,000 രൂപയ്ക്കായി. പക്ഷേ ഇനി നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്കുകളിൽ കാശ് ഇടാനോട്ട് ഈ മാസം ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറൊന്നും കാണില്ല. പിന്നെ നമ്മുടെ സമ്മാൻ ക്യാപിറ്റൽ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് കുറച്ച് നെഗറ്റീവാണ്, പക്ഷേ എന്നാലും നല്ല പോസിറ്റീവ് റിസൾട്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഇത് കയറിക്കോളും. നമ്മൾ ഇനി ചിലപ്പോൾ ഇതിനകത്ത് അധികം ഇൻവെസ്റ്റ് ചെയ്യില്ല. 57,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദർ. അടുത്ത സ്റ്റോക്ക്, ഓ മൈ ഗോഡ്, അടുത്ത സ്റ്റോക്കാണ് SBI കാർഡ്, ക്രെഡിറ്റ് കാർഡ്. അതായത് നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു പറഞ്ഞത്, ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം ഇപ്പോൾ ആകെ ഇന്ത്യയിലെ ജനങ്ങളിലാകെ 3 തൊട്ട് 4-5% ആൾക്കാരെ കണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. അതേസമയം വികസിത കൺട്രികളായിട്ടുള്ള അമേരിക്ക, കാനഡ എന്നിങ്ങനെ സ്ഥലങ്ങളിലും ചൈനയിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് 50% കൂടുതലാണ്. അതുകൊണ്ട് ഭാവിയിൽ കൂടുതൽ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമെന്നും ഒരുപാട് ആൾക്കാർ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുത്തിട്ട് കാശ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നും അതിന്റെ ഫലമായിട്ട് SBI കാർഡിന് കൂടുതൽ ലാഭം ഉണ്ടായിരിക്കും എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇത് മേടിച്ചത്. പക്ഷേ മേടിച്ച അന്ന് തൊട്ട് ഇത് നെഗറ്റീവിലാണ്. ഇടയ്ക്കങ്ങാണ്ട് പോസിറ്റീവ് വന്നു, പക്ഷേ വീണ്ടും താഴെ നെഗറ്റീവ് പോയി. ഇനിയാണെങ്കിലും ഞാൻ ഇത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ വിൽക്കും. ഐ കാൺട്ട് wait for such a long time, and also this is belongs to some kind of financial related sector, so I have to reduce a little bit, as part of our sector allocation, we have to reduce the money distribution to that particular area. Then നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് നന്നായിട്ട് താന്നിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിരുന്നു. വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അതിന് മാത്രം കാശില്ലാത്തതുകൊണ്ട് 89,000 ഒതുങ്ങി. അതും വളരെ പോസിറ്റീവ് പാത്തിലൂടെ പോകുന്നു. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക്, ഇതിപ്പോൾ ഞാൻ എല്ലാം ഫേവറേറ്റ് എന്ന് പറയുന്ന പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരിക്കും ഫേവറേറ്റ് സ്റ്റോക്കാണ്. ടാറ്റ പവർ ഒക്കെ ഞാൻ കണ്ണും പൂട്ടി ആരുടെ ചോദിച്ചാൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും ടാറ്റ പവറിനെ പറയുള്ളൂ. ഏത് ഉറക്കത്തിലും വേണമെങ്കിലും നമുക്കിത് പറയാം. സോ ആ പവർ ആണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല പെർസെൻറ്റേജ് ലാഭം തന്ന് നിൽക്കുകയാണ്. നമ്മുടെ RVNL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം തന്നിട്ടുള്ള സ്റ്റോക്കാണ് ടാറ്റ പവർ. ഇനിയും മേടിക്കും, പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ ഭാഗമായിട്ട് കാശുണ്ടാകുമോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടാറ്റ സ്റ്റീൽ ഞാൻ കുറച്ച് വിറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ 40,000 ആക്കി വെക്കാന്ന് വെച്ചാൽ 50,000 ആക്കി സ്റ്റോപ്പ് ചെയ്യാനാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ ഇടുന്നത്. പക്ഷേ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കും. പിന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ഫണ്ട്സ്, ഓ മൈ ഗോഡ്, നഷ്ടങ്ങളിലേക്ക് മാത്രം പോകുന്നു. പക്ഷേ അതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ഇപ്പോഴും നല്ലതാണ്. സോ ഫിനാൻഷ്യൽ സെക്ടർ എൻ്റെ അടുത്ത് കുറേ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി മേടിച്ചേനെ. ബട്ട് ഇറ്റ്സ് ഫിനാൻഷ്യൽസ് ആർ ഗുഡ്, ബട്ട് ഫിനാൻഷ്യൽസ് അത്ര നല്ലതല്ല, പക്ഷേ സെക്ടർ നല്ലതാണ്. സോ പക്ഷേ എന്നാലും കുറച്ച് ലാഭം കിട്ടി മിക്കവാറും വിൽക്കും ഇത്, ഉജ്ജീവൻ ബാങ്ക്. പിന്നെ നമ്മുടെ യൂണിയൻ ബാങ്ക്, ഇത് ഞാൻ പെട്ടെടുക്കുന്ന സ്റ്റോക്കാണ്. ഇതിന്റെ നഷ്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 20% നഷ്ടം കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 7% എത്തിയിട്ടുണ്ട്, ഭാഗ്യം. പിന്നെ നമ്മുടെ വിപ്രോ ഷെയർ സ്പ്ലിറ്റ് ബോണസ് ഒക്കെ തന്ന വിപ്രോ, ഞാൻ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഞാൻ നിർത്തും. ഇപ്പോഴും നല്ല ലാഭത്തിൽ കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോ. പിന്നെ നമ്മുടെ ബാക്കിയാണ് നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ അതേപോലെ തന്നെ കിടക്കട്ടെ. മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നമ്മൾ ചുമ്മാ SIP ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനൊരു 100 രൂപയ്ക്ക് മേടിച്ച ഒരു ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുണ്ട് ഓർക്കുന്നുണ്ടായിരിക്കും. ഞാനിത് വിറ്റു കാണും. ചുമ്മാ ഇതിന് ആവശ്യമില്ലാതെ ചുമ്മാ കുറേ സ്റ്റോക്കൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നത് വെച്ചിട്ട് ഞാനിത് വിറ്റു. സോ അത്രയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ മാസത്തെ നമ്മുടെ പോർട്ട്ഫോളിയോ. സോ ഒന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കുകൾ ഒന്നുകൂടെ നമുക്ക് പറയാം. CG പവർ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, മാക്സ് ഹെൽത്ത്, നമ്മുടെ ആശുപത്രി ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽസ്, നാപ്കോ ഫാർമ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന്, NCC എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന്, NHPC എന്ന് പറഞ്ഞാൽ സ്റ്റിൽ നമ്മുടെ എനർജി സെക്ടറിൽ നിന്നുള്ള ഒരു സൂപ്പർ സ്റ്റോക്കാണ്. അത്ര സ്റ്റോക്കിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. യെസ്, അത്രയും സ്റ്റോക്കാണ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഇപ്പോൾ 50,000 ആയിട്ടുള്ള ഈ IDFC ഫസ്റ്റ് ബാങ്ക്, 50,000 കൂടുതൽ വന്നിട്ടുള്ള IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡിഗോ പെയിൻറ്റ്സ്, IOC, ജിയോഫിൻ, LIC, പിന്നെ ഏതാണ്, RVNL, സമ്മാൻ ക്യാപിറ്റൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മിക്കവാറും സ്റ്റോപ്പ് ചെയ്യും. മീൻസ് ഇനി അത് അവിടെ കിടന്ന് വളരാനൊരു ചാൻസ് ആണ് ഞാൻ ഇനി അവർക്ക് കൊടുക്കുന്നത്. ഇനി അത് അവിടെ കിടന്ന് ഇങ്ങനെ വളർന്ന് വലിയ പടർന്ന് പന്തലിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ട് ആ സ്റ്റോക്കുകൾ ഇനി ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നില്ല.
സോ ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ ആഫ്റ്റർ 2 ഇയേഴ്സ്. ഇന്നാണ് കംപ്ലീറ്റ് ആയത്. സോ എക്സാക്ട്ലി നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. 2 ഇയേഴ്സ്. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ നോക്കാം. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ ഡിസംബർ 8 ആണ് ഇന്ന്. സോ കഴിഞ്ഞ വർഷം ഡിസംബർ 8 നമ്മുടെ പോർട്ട്ഫോളിയോ സൈസ് എത്രയാണെന്ന് അറിയാമോ? കഴിഞ്ഞ വർഷം ഡിസംബർ 8 നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 4 lakhs ആയിരുന്നു നമ്മുടെ വാല്യൂ. 4 lakhs and 6,000 മാത്രമേ നമ്മുടെ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളത് ഈ വർഷം ആയപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വാല്യൂ കൂട്ടി വന്ന് നമ്മൾ 13,66,000 സോ നമ്മൾ ലാസ്റ്റ് ഇയറിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യുന്നില്ലായിരുന്നു അല്ലേ? പെട്ടെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഡിസംബർ 6 ഇവിടെ മെയ് എത്തിപ്പോയി. ഡിസംബർ 6 2023 ഡിസംബർ 6 ഓക്കെ 3 ഡിസംബർ 6 സൂം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്. ഓക്കെ ഡിസംബർ 5 3,81,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ആകെ എമൗണ്ട് ഈ പോർട്ട്ഫോളിയോയുടെ. അത് നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മളത് 13,66,000 രൂപയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് 2 വർഷത്തെ നമ്മുടെ യാത്രയിലിടയ്ക്ക് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു ഹാപ്പൻ. സോ ഇന്ത്യ വളരട്ടെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരട്ടെ, ഇന്ത്യയിലെ കമ്പനികളെല്ലാം നല്ല രീതിക്ക് തന്നെ പോട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എക്സ്പെഷ്യലി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളും കമ്പനികളൊക്കെ വിപ്രോയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. എല്ലാ കമ്പനികളും നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളൊക്കെ എന്താണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ. ബാക്കി കമ്പനികളൊക്കെ ആണെങ്കിൽ ആവറേജ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും നടത്തിക്കോട്ടെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് 2 years of this is all what I have. സോ നമ്മുടെ ഒരു പുതിയ ലക്ഷ്യം കൂടി നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ മാസം 70,000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 വയസ്സാകുമ്പം 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. പ്ലസ് ഈ എമൗണ്ട് പ്ലസ് എനിക്കിപ്പോൾ അടുത്ത മാസമാണ് ജനുവരിയിലാണ് എനിക്ക് 24 വയസ്സ് പൂർത്തിയാകുന്നത്. സോ 30 വയസ്സാകുമ്പം നമ്മുടെ അടുത്ത് 1 കോടി രൂപ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജേർണി കൊണ്ടുപോകുന്നത്. സോ കീപ് വാച്ചിങ് ഇറ്റ്. ഇനി ആരും കണ്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ബിക്കോസ് ദീസ് തിങ്സ് ആർ ജസ്റ്റ് ഫോർ റെക്കോർഡിക്കൽ പർപ്പസ്. ഇത് എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ബട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടും എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ. നോ ഇഷ്യൂസ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. Thank you guys. Thank you for watching. Happy investing and I wish you advance happy new year. എല്ലാ കോമഡിക്കാരും പറയുന്നത് പോലെ ഒരു ഡയലോഗും കൂടെ പറഞ്ഞേക്കാം. സോ ഇനി നമ്മൾ വീഡിയോ ഇടുന്ന അടുത്ത വർഷത്തിൽ മാത്രമായിരിക്കും. ബിക്കോസ് ഡിസംബർ 10 ആയില്ലെങ്കിൽ നമുക്ക് ഡിസംബർ 8 ആയില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത് ജനുവരി 10 അല്ലെങ്കിൽ ആഴ്ചയിലെപ്പോഴായിരിക്കും. ഓക്കെ സോ ഗൈസ് എല്ലാവരും കടമൊന്നും അധികം എടുക്കാതെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ കാശ് ചെലവഴിച്ച് ജീവിക്കുക. വലിയ ഐഫോണും കാറൊക്കെ മേടിച്ച് ഇപ്പോഴേ മുഴുവൻ ലോണിലാകാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫുഡൊക്കെ അടിച്ച് ട്രിപ്പൊക്കെ പോയി ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് വെരി ഇൻഫർമേഷൻ ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോസ് ആണ്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനി വ്യൂവേഴ്സ് ഫോർ ദിസ് ആൻഡ് ഓൾ അതർ വീഡിയോസിന് ഞാൻ വ്യൂവേഴ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ ബൈ.